2024 ജൂലൈ 29 കേരളത്തെ നടുക്കിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനോടൊപ്പം അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ വാർത്തകളിൽ പ്രാധാന്യം നിറയാതെ കടന്നുപോയ ഒരു സ്ഥലമാണ് വിലങ്ങാട്. ഏറെക്കുറെ ഒരുപാട് നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്ന ഈ പ്രദേശത്ത് മരണം ഒന്നു മാത്രം. അതുകൊണ്ട് തന്നെ അധികം പ്രാമുഖ്യം ഈ സ്ഥലത്തിന് ലഭിച്ചില്ല. എന്നാൽ ഏകദേശം കേരള കത്തോലിക്കാ സഭയും താമരശ്ശേരി രൂപതയുടെയും ആഭിമുഖ്യത്തിൽ ഇന്ന് 70ാമത്തെ വീട് ഇവിടെ വെഞ്ചരിക്കുകയാണ്. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റായ കോഴിക്കോട് രൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവാണ് ഇത് ഇപ്പോൾ നടത്താൻ പോകുന്നത്. ഇതിനോടനുബന്ധിച്ച് ഇതിൻ്റെ സമാപന സമ്മേളനവും ഇന്ന് മഞ്ഞക്കുന്ന് ദേവാലയത്തിൽ വെച്ച് നടക്കുകയാണ്. കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളോടൊപ്പം അഭിമന്യ പിതാക്കന്മാരും താമരശ്ശേരി രൂപതയുടെ നേതൃത്വവും സിയോടിയും എല്ലാം ചേർന്നാണ് ഇത് സംഘടിപ്പിക്കുന്നത്. പുതിയ വീടുകൾ ഇനിയും വിലങ്ങാടിന് ആവശ്യമുണ്ട്. സർക്കാരിനോട് ചേർന്ന് കൈകോർത്ത് കത്തോലിക്കാ സഭയും ചേർന്ന് നിൽക്കുമ്പോൾ ഈ നാടിന് ഐശ്വര്യമാകുന്നതോടൊപ്പം അത് കേരളത്തിന് മുഴുവനും ഇതുപോലെ ഐശ്വര്യങ്ങൾക്ക് കാരണമാകട്ടെ. നമുക്ക് ഈ 70ാമത്തെ വീട് വെഞ്ചരിപ്പിലേക്കും പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ.